സപ്ലൈകോയ്ക്ക് കിറ്റ് നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭരണത്തുടർച്ച കിട്ടിയപ്പോൾ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്യാമോ കൊള്ളയടിക്കാമോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. മറ്റൊരു പേര് പറയാൻ പോലും മാനക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ സൂചിപ്പിച്ചു. ഏതെല്ലാം രീതിയിൽ ജനജീവിതം ദുസ്സഹമാക്കാവോ ആ രീതിയിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടുന്ന നികുതി ഭാരത്തിലൂടെയും മറ്റു പല രീതിയിലൂടെ സർക്കാർ അമിതഭാരം ഏറ്റുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അവർക്കറിയാം ഇനിയൊരു ഭരണത്തിന് അവർക്കൊരു അവസരം. ശ്രീറാം വെങ്കിട്ടരാമൻ ഒരു ഉത്തരവിറക്കി കാലിയായി കിടക്കുന്ന സബ്സിഡി സ്റ്റാൻഡുകൾ, സപ്ലൈകോ മാർക്കറ്റിൻ്റെ അകത്തുള്ള കാലിയായി കിടക്കുന്ന സ്റ്റാൻഡുകൾ പൊതുജനങ്ങൾ കാണാതിരിക്കാനും അറിയാതിരിക്കാനുമായിട്ട് മാധ്യമപ്രവർത്തകരെയും മറ്റ് ആളുകളെയും ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് കയറ്റരുത് എന്നൊരു വിചിത്രമായ ഒരു സർക്കുലറെല്ലാം ഇറങ്ങി. അതിനെതിരെ ആം ആദ്മി പാർട്ടി സപ്ലൈകോയിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഗതിമുട്ടിയ സപ്ലൈകോയ്ക്ക് ആം ആദ്മി പാർട്ടിയുടെ വക ഒരു കിറ്റ് എന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലുവ ബാങ്ക് ജംഗ്ഷനിൽ പെരിയാർ നഗറിലുള്ള സപ്ലൈകോ സ്റ്റോറിൽ എല്ലാ സബ്സിഡി സാധനങ്ങളും അടങ്ങിയ കിറ്റ് സപ്ലൈകോയ്ക്ക് നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് വിൽസാദ് അബൂബക്കർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മണ്ഡലം ഭാരവാഹികളായ എം.എ. റൈജു, ജലീൽ കെ.എം, ഗഫൂർ എളമന, ഷൈബി പൗലോസ്, റഫീഖ് എം.എസ്, ചാൻസലർ കെ.സി, ജീൻസ് ആലുവ, സഹീർ പി.എ, സെയ്ദ് സുഹൈർ, അംന ജലീൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.